എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് സുജേഷ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുണർതം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവമാണ്. അതുപോലെ തന്നെ ഒരാളുടെ ജനനസമയത്ത് പുണർതം നക്ഷത്രം തൽക്കാല ചന്ദ്രനായിട്ട് വരുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ശ്രീരാമദേവന്റെ ജന്മനക്ഷത്രമെന്ന് പ്രസിദ്ധമായ നക്ഷത്രമാണ് പുണർതം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ സൗഭാഗ്യവാന്മാരും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നവരും പ്രസിദ്ധരുമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വ്യത്യസ്തമായ സ്വഭാവത്തിനുടമകളാണെങ്കിലും മിഥുനക്കൂറുകാരിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും ചിന്താശേഷിയും കൂടിയായിരിക്കും. കർക്കിടകക്കൂറുകാരിൽ കൽപ്പനാ സ്വഭാവവും കലാവൈഭവവും ഉണ്ടായിരിക്കും. സ്വതവേ വ്യത്യസ്ത ശരീരപ്രകൃതിയോട് കൂടിയ ഇവർ സുമുഖന്മാരായിരിക്കും. പ്രണയനൈരാശ്യവും ശത്രുസംഹാരവും അന്യദേശവാസവും ഇവർക്ക് ജന്മസിദ്ധമാണ്. ശരിക്കു പറഞ്ഞാൽ കാടാറുമാസം വീടാറുമാസം. ഇതാണ് ഇവരിൽ ഭൂരിഭാഗം പേരുടെയും സ്ഥിതി. സ്വഗ്രഹവും സ്വദേശവും വിട്ട് പ്രവർത്തിക്കുന്ന ഇവർ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾക്കായിരിക്കും എപ്പോഴും മുൻതൂക്കം നൽകുന്നത്. ഏത് കാര്യത്തിൻ്റെയും നേതൃസ്ഥാനങ്ങളിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ കീഴിൽ പ്രവർത്തിക്കുവാനോ ജീവിക്കുവാനോ സന്നദ്ധരല്ല. സ്വന്തം കാലിൽ നിന്ന് പ്രവർത്തിക്കുക, ആദർശനിഷ്ഠയോടെ ജീവിക്കുക, ഇതാണ് ഇവരുടെ മുദ്രാവാക്യം. പണമോ മറ്റ് ധനധാന്യ വസ്തുക്കളോ കൊണ്ടോ ഒരിക്കലും ഇവരെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. പക്ഷേ പരസ്ത്രീ സംസർഗത്തിലൂടെ ഇവർ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ഒടുവിൽ മാനഹാനിയും മനക്ലേശത്തിനും അത് കാരണമാവുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിമാന്മാരും അധികം സുഹൃത്തുക്കളില്ലാത്തവരുമായിരിക്കും. ഇവർ എപ്പോഴും മറ്റുള്ളവരുടെ ഇംഗിതങ്ങളുടെ കഷ്ടപ്പാടും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നവരുമാണ്. ആർക്കും ശല്യമാകാതെ ഒഴിഞ്ഞുമാറി ജീവിതം നയിക്കുന്ന ഇവർ തങ്ങളുടെ കുടുംബവുമായി നല്ല ഹൃദയബന്ധത്തിലായിരിക്കും. എങ്കിലും ബന്ധുജനങ്ങളുമായ ചില തർക്കങ്ങൾ ഇവരുടെ മനസ്സിനെ ഉലച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ചെയ്തികൾ ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കി മൗനം പാലിക്കുന്ന ഇവർ ചിലർ നിസ്സാരരെന്ന് മുദ്രകുത്തി തരം താഴ്ത്താറുണ്ട്. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ താല്പര്യങ്ങളെ വരും മുമ്പ് അറിയുന്ന ഇവരെ കബളിപ്പിക്കുവാനോ തരം താഴ്ത്തുവാനോ ശ്രമിക്കുന്നവർ ഉള്ളിൽ ലഭ്യരാകുന്നതാണ് ശ്രദ്ധേയമാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് ഇവർക്ക് തോന്നിയാൽ അത് ഇവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ മറ്റ് കഷ്ടനഷ്ടങ്ങളെല്ലാം മറന്ന് ശത്രുസംഹാരം എന്ന ഏക ലക്ഷ്യം നിറവേറ്റുന്നതായിരിക്കും ഇവർ മുൻതൂക്കം എടുക്കുന്നത്. തൽഫലമായി മുൻപ് പറഞ്ഞതുപോലെ വീണ്ടും കാട് ആറുമാസം വീടാറുമാസം എന്ന സ്ഥിതി വന്നു ചേരുന്നതാണ്. ലളിതമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ മിക്കവാറും ആഡംബരപ്രിയരാണെന്നാണ് മറ്റുള്ളവർ വിശേഷിപ്പിക്കാറുള്ളത്. ഏത് തരത്തിൽപ്പെട്ടവർക്കും സഹകരിക്കാൻ കൊള്ളാവുന്ന നിഷ്കളങ്കമായ മനസ്സാണ് ഇവർക്കുള്ളത്. ഈ നക്ഷത്രക്കാർക്ക് ഒട്ടുമിക്ക വിഷയങ്ങളിലും വിജയം കൈവരിക്കാൻ കഴിയുമെങ്കിലും ബിസിനസ്സിൽ അല്പം പിറകിലാണ്. ആരോഗ്യ സംബന്ധമായ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇവർ ഒരു ജലദോഷം പിടിച്ചാൽ മതി അതേക്കുറിച്ച് ചിന്തിച്ച് വെറുതെ ദുഃഖിതരായിരിക്കും. നിഷ്കളങ്കമായ മുഖഭാവത്തോടും പ്രവൃത്തിയോടും കൂടിയ ഇവർ നിരുപദ്രവകാളികളായിരിക്കും. അന്യരെ സഹായിക്കുന്നവരുമാണ്. മാതാപിതാ ഗുരു ഭക്തിയും ഈശ്വരവിശ്വാസവും ഇവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ചിന്താശീലരായ ഈ നക്ഷത്രക്കാർ അറിവിനെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. അറിവിൻ്റെ 4/1 മാതാവിൽ നിന്നും, അറിവിൻ്റെ 4/1 ഗുരുവിൽ നിന്നും, അറിവിൻ്റെ 4/1 താൻ സ്വന്തമായും, അറിവിൻ്റെ 4/1 കാലക്രമേണയും. ഇതൊരു സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാള വിവർത്തനമാണ്. ഈ ശ്ലോകത്തിൽ പോലെ തന്നെയാണ് ഇവരുടെ ജീവിതക്രമവും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ച് തൻ്റെതായ ആദർശനത്തിൽ അനീതിക്കും അസത്യത്തിനും കൂട്ടുനിൽക്കാതെ പ്രവർത്തിക്കുന്ന തുടർന്ന് സുസ്ഥിരമായ ജീവിതം കെട്ടിപ്പടുത്തുന്നു. ഇവർക്ക് 27 വയസ്സുവരെ ജീവിതം ദുർഘടം പിടിച്ച വഴിയിലൂടെയായിരിക്കും. ഇതിനുശേഷം ഇവർക്ക് ജീവിതത്തിന് അടിത്തറയുണ്ടാകുമെങ്കിലും 32 വയസ്സിന് ശേഷമേ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. വിവാഹ ജീവിതം ഇവരിൽ പല മാറ്റങ്ങൾ വഴി തെളിയിക്കുമെങ്കിലും പല കാരണങ്ങളാൽ കൊണ്ട് തന്നെ ദാമ്പത്യ സുഖം കുറഞ്ഞിരിക്കുന്നതായാണ് കണ്ടുവരുന്നത്. എങ്കിലും ഭാര്യ വഴി ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് ഗുണകരമായിരിക്കും. അപൂർവം ചിലർ ഭാര്യാപരിത്യാഗം, പുനർവിവാഹം എന്നിവയിലെത്തി ചേരുന്നതായി കണ്ടുവരുന്നു. ഇവരുടെ ഇംഗിതങ്ങൾക്ക് ആദർശങ്ങൾക്കും തക്ക
സാമർഥ്യമായിരിക്കില്ല ഇവർക്ക് ലഭിക്കുന്ന ഭാര്യമാർക്കുണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാന കാരണം. എങ്കിലും സന്താനഭാഗ്യവും സ്ഥിരതയുള്ള ജീവിതവും ഇവരെ അനുഗ്രഹിക്കുന്നു. മേൽപ്പറഞ്ഞ ഫലങ്ങളിലധികവും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും യോജിക്കുന്നു. എങ്കിലും ആരോഗ്യപരമായി അത്ര സ്വസ്ഥതയുള്ളവരായിരിക്കില്ല പുണർതം നാളുകാരികൾ. ഇവർ മൃദു സ്വഭാവികളും ശുദ്ധഹൃദയരും വാചാലരുമായിരിക്കും. സൗഭാഗ്യവും കർമ്മശേഷിയും ഉള്ള ഇവർ അധിക സംഭാഷണത്തിലൂടെ പലവിധ സ്വൈരക്കേടുകളും സ്വയം ക്ഷണിച്ചു വരുത്താറുണ്ട്. കൃഷി, വിദ്യാരംഭം, ശാന്തികർമ്മങ്ങൾ, വാഹനം വാങ്ങൽ, വിൽക്കൽ എന്നിവയ്ക്ക് പുണർതം നക്ഷത്രം ശുഭകരമാണ്. ഭാഗ്യരത്നം പുഷ്യരാഗം, ഭാഗ്യസംഖ്യ 3, ഭാഗ്യദിനം വ്യാഴം, ഭാഗ്യദിക്ക് പടിഞ്ഞാറ് വടക്ക്, ഭാഗ്യനിറം മഞ്ഞ, പച്ച, ക്രീം. നക്ഷത്രമൃഗം പൂച്ച, നക്ഷത്രവൃക്ഷം മുള, നക്ഷത്രപക്ഷി ചകോരം, ഗണം ദേവഗണം, യോനി സ്ത്രീയോനി, ഭൂതം ജലം. ഇനി നമ്മൾ പുണർതം നക്ഷത്രക്കാരെ പറ്റി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ രോഗം, ആരോഗ്യഹീനത, കാര്യജയം, സൗഭാഗ്യം, സ്വജന വിദ്വേഷം എന്നിങ്ങനെ നമുക്ക് അവരെ പറ്റി ചുരുക്കി പറയാവുന്നതാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട.